ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ കിട്ടുന്നത് യാത്രകൾ വഴിയാണ്, അല്ലേ? അതിപ്പോൾ ചെറിയ ചെറിയ യാത്രകളാവട്ടെ വലിയ യാത്രയാവട്ടെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. പല പല രുചികൾ അറിയാൻ പറ്റും, കുറേ ആൾക്കാരെ അറിയാൻ പറ്റും. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോയി. തൊട്ടടുത്ത് നമ്മുടെ ചെറായിൽ ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിന്റെ കാരണം തന്നെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കൂട്ടി ഒരു ലഞ്ച് കഴിക്കാനാണ്. ഒരു പ്ലേറ്റ് മഡ് ക്രാബും പ്രോൺസ് ഫ്രൈയും ആയിരുന്നു സ്പെഷ്യൽ. എനിക്ക് പണ്ട് തൊട്ട് മീൽസ് കഴിക്കുമ്പം ഏറ്റവും തൃപ്തി കിട്ടുന്നത് സീ ഫുഡ് കൂട്ടി കഴിക്കുമ്പോഴാണ്. ക്രാബ് കുറച്ച് മുറ്റായിരുന്നു, കടിച്ച് കടിച്ച് പല്ലിളകുന്ന അവസ്ഥയായപ്പം ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡ്രസ്സിലും കണ്ണിലും ഒക്കെ തെറിച്ചെങ്കിൽ എന്താ, ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ പാത്രം കാലിയാക്കിയിട്ട് ഞങ്ങൾ എഴുന്നേറ്റ്. ഫുഡൊക്കെ ഒന്ന് ദഹിച്ച് ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങൾ ബീച്ചിലെത്തി. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സീ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊരു കൈ നോക്കാന്ന് വിചാരിച്ചു. ഞാനേ ആദ്യമായിട്ടാണ് ജെറ്റ്സ്കി ചെയ്യാൻ പോകുന്നത്. ഇപ്പം അതെല്ലാം കൂടെ കടലിൽ മുക്കിയാന്. അതുമാത്രമല്ല ആ പഞ്ചായത്തിലുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ നനച്ചു. ഇനി അടുത്തതായിട്ട് നീണ്ട 5 മിനിറ്റത്തെ ട്രെയിനിങ്ങിന് ശേഷം ഒറ്റയ്ക്കൊരു കയാക്കിങ്. കുറേ നേരം തിരമാല ഹെൽപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അവിടുത്തെ അംഗത്തിന് ശേഷം ഇനി ബീച്ചിലൂടെ ഒന്ന് കറങ്ങാം, അല്ല നിരങ്ങാം. സത്യം പറഞ്ഞ ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെ ആരുടെ കൂടെയും ആട്ടെ, ഒരുപാട് മെമ്മറീസും എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.